മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തോട്ടപ്പള്ളിയിലെ ചാകരയൊക്കെ കാണാനായിട്ടാണ്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അതുകൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഒന്ന് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തുകയും ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിൽ ഒത്തിരി കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇവിടെ പല രീതിയിലുള്ള ലേലം വിളി, പലതരം മീനുകൾ, ഒത്തിരി കായൽ മീനുകളും ഇതിൻ്റെ അകത്തുണ്ട്. അതുകൂടാതെ തന്നെ ശരിക്കും വിൽക്കാൻ പോകുന്നവരുടെ അവസ്ഥ എന്താണെന്നും കൂടി നമുക്ക് മനസ്സിലാക്കണം. ഇവർ തട്ടിൽ കൊണ്ട് വിൽക്കുമ്പോൾ ഇത്ര രൂപയാണ് എന്നുള്ള വില നിലവാരങ്ങളും കാര്യങ്ങളും ഒക്കെ ന്യൂസിലടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും വന്നു. അത് എന്തുകൊണ്ടാണ് അത്ര വില വരുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അവിടുത്തെ വില, അതായത് ഹാർബറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വില എത്രയാണ്, കറക്റ്റായിട്ടുള്ള സത്യാവസ്ഥ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള വില എത്രയാണ്, അതുകൂടാതെ ഇവിടുന്ന് ഒരാൾക്ക് അവിടെ എത്തുമ്പോൾ എത്ര രൂപയ്ക്ക് ഇത് വിൽക്കാൻ പറ്റും എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ള് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ഹാർബറിലേക്ക് കയറിപ്പോകുന്ന വണ്ടികളാണ് കേട്ടോ. ഏകദേശം ഇപ്പം സമയം എനിക്ക് തോന്നുന്നു ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. 8 മണി 8:30 അപ്പോഴേക്കും വണ്ടികൾ, ദൂരെയുള്ള മീനെടുക്കാൻ വരുന്ന വണ്ടികളൊക്കെ ഇവിടോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടികൾ വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. വണ്ടി മാത്രമല്ല, പുതിയ വള്ളം വരുമ്പോഴത്തേക്കും അവിടെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ ആദ്യമേ വള്ളത്തിൽ നിന്നും ഈ മീൻ ഇറക്കുന്നതിന് മുമ്പ് തന്നെ അതിനിടയിലൂടെ പോയി മീൻ വാങ്ങിച്ചുകൊണ്ട് വരുന്ന രീതികൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. അത് ഇവിടുത്തുകാർ തന്നെയാണ്. പുറത്തുനിന്നുള്ളവർക്ക് അങ്ങനെ വള്ളത്തിൽ കയറി മീൻ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അവരുടെ ആൾക്കാരൊക്കെ തന്നെയാണ്. അതുകൂടാതെ മീനുകൾ വന്ന് ഇപ്പോൾ ഓരോ വള്ളങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നിടത്തു നിന്ന് ഓരോ മീനുകളും ചുമന്ന് ഇവിടുത്തെ ചുവട്ടുതൊഴിലാളികളാണ്. അവർ ആ വള്ളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മീനുകളെല്ലാം ഓൾറെഡി കൊട്ടയ്ക്കകത്തൊക്കെ വെച്ചേക്കുന്ന മീനുകളെല്ലാം ചുമന്ന് പതുക്കെ ഹാർബറിലോട്ട് എത്തിക്കുകയാണ്. ഹാർബറിൽ എത്തിച്ചതിന് ശേഷം അതുവരെയുള്ള ജോലി ഇവരുടെയാണ്. അങ്ങനെ ഹാർബറിൽ എത്തിച്ച ശേഷമാണ് ലേലം വിളി തുടങ്ങുന്നത്.
എന്താ ചൂരയാണോ? എന്താ ഈ മീൻ? എന്തോ മീനായിരുന്നു? മീൻ ചെറുത്. മീൻ ചെറുതല്ലേ? മിഡിൽ ക്ലാസ് ഫാമിലി ചാനൽ. എത്ര രൂപ കിലോ വരുന്നത്? ഇത് 90 രൂപ കിലോ. ഇവിടെ 10 രൂപ കുറവുണ്ട്. 90 രൂപ കിലോ 10 രൂപ കുറവുണ്ട്. 10 രൂപ കുറച്ച് കൊടുക്കണം, കുറച്ച് കൊടുക്കണം. 10 രൂപ കുറവുണ്ട്. വെള്ളി നമുക്കിത് പുറത്ത് എത്ര രൂപയ്ക്ക് കൊടുത്താൽ മുതലാവും? ഇത് പുറത്ത് എത്ര രൂപയ്ക്ക് കൊടുത്താൽ മതി? ഇവിടുത്തെ ഐസും ഇതിൻ്റെ എല്ലാം ചിലവ് കഴിഞ്ഞിട്ട് 130 രൂപ 1 കിലോ കിട്ടിയാലേ ചില ഒരു മുതൽ വരത്തുള്ളൂ അല്ലേ? നമ്മൾ മുഹമ്മേനോ. അപ്പോൾ പെട്രോൾ ചാർജ് അടക്കം വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല കേട്ടോ, അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ അതിനിടയിൽ ഇഷ്ടം പോലെ മീനുകളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അത് ലേലം വിളിച്ചെടുക്കാനുള്ള ആൾക്കാരുടെ ധൃതിയും അത് പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയായിട്ടുള്ള ഒത്തിരി തിരക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തോട്ടപ്പള്ളിയിലെ അവസ്ഥ. കടൽ മീൻ മാത്രമല്ല, കായൽ മീനും ഉണ്ട്. അതായത് കരിമീനാണ് ഇപ്പോൾ കൊണ്ടുവന്നത് എൻ്റെ ഇവിടോട്ട് ലേലം വിളിക്കാൻ വെക്കുന്നത്. ഈ കൊടുത്തേക്കുന്ന കരിമീൻ 1 കിലോ 400. 1 കിലോ 400 രൂപ ഇവിടെ കൊടുക്കണം. വില അതിൻ്റെ പുറത്ത് വേറെ കയറുള്ളൂ. പൊക്കുന്നതിൻ്റെ കൂലി നോക്കുന്നതിൻ്റെ കൂലി എല്ലാം കൊടുക്കും. എന്നിട്ട് പൊക്കും മറ്റേ പൊക്കുന്നതും ഐസിൻ്റെയൊക്കെ അല്ലേ? എന്നിട്ട് കയറുന്നതിൻ്റെ വാസ് കൊടുക്കണം. കാണുന്ന കേൾക്കുന്ന മൊത്തം 400. വിളിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് അവര് പറഞ്ഞ ഒരു ബലിയെ പിന്നെ എന്താണ് അവിടെ പറയണത്? ഇല്ല, നമ്മൾ ലൈവാ. ഇവിടുന്ന് അവിടെ കേൾക്കാൻ പറ്റും ഇവിടെ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞ ഞാൻ പറഞ്ഞില്ല, കുറച്ചു മുമ്പ് പറഞ്ഞു 400 രൂപ മേളിൽ വിൽക്കണം. 400 രൂപ മേളിൽ. അത് മാത്രമല്ല ചുമട്ടുകൂലി, ഒരു കൊട്ട വണ്ടിച്ചോട്ടി കൊണ്ട് തരുന്നതിന് 80 രൂപയാ, ഒരു ഐസിന് 70 രൂപയാ, ഒരു പെട്ടി പൊക്കി വെച്ചിരുന്നതിന് 60 രൂപയാ, കേറുന്ന ഗേറ്റ് പാസ് 50 രൂപ ഹാർബറിന്റെ അകത്ത്. എന്തുപോലെ മത്തി കൊടുത്തെന്നുള്ള ന്യൂസ് എല്ലാം കേട്ടോ? ഇല്ല, ഒരാർക്കും വേണ്ടാത്ത ഒഴിവ് കൊടുത്ത് ക്ലീനിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ പരിസരവാസികളാണ്. ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്തൊരു ഹാർബറാണ് ഇത്. അതായത് ഇതിനെ മണ്ണുകൾ കൊണ്ടുപോകുന്നത് കോടിക്കണക്കിന് രൂപയുടെ മണ്ണാണ് ഇവിടുന്ന് ഈ റജ്ജയിൽ നിന്നും പറഞ്ഞ് കയറ്റിക്കൊണ്ട് പോകുന്നത്. ഈ മണ്ണിനൊന്നും ഒരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് ഈ ഹാർബർ കൊണ്ട് ചെയ്യുന്നത്. ഈ മണ്ണിൻ്റെ 1% എടുത്ത് ഒരു മുട്ടിട്ടാൽ മതി വടക്കോടി ചേർന്ന്. ഇത്രയും നല്ലൊരു ഹാർബർ കേരളത്തിൽ കാണത്തില്ല. അതുപോലുള്ളൊരു ഹാർബറാണ് ഇത്. എന്നിട്ട് പോലും ചെയ്യാൻ അനുബന്ധമായിട്ട് അവർ കാണിക്കുന്നില്ല, മുഖ്യമന്ത്രി ആണേലും ആരാണേലും. അതുപോലുള്ള സംവിധാനം ഇവിടെ ഇല്ല. ക്ലീനിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും. ബുദ്ധിമുട്ടുണ്ട്. എല്ലാ വീട്ടിലുള്ള പിള്ളേർക്ക് എല്ലാ അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാ. കാണയില്ല, ഓടയില്ല, ഒരു പരിപാടിയില്ല ഇവിടെ.
ഊരിൻ്റെ വീട് ആകും ആൾക്കാർ. ഇവിടെ തന്നെ നോക്കിയേ, നിങ്ങൾ ഈ ഹാർബറിൻ്റെ അകത്ത് തന്നെ വെള്ളം എടുക്കുന്ന റൗട്ടിൽ മൊത്തം കല്ലുകളാണുള്ളത്. ഈ ചെള്ളയും വെള്ളം ഒഴുകിപ്പോകാനൊരു സംവിധാനമില്ല ഇവിടെ. ഇത് മുമ്പാണ് ഈ വെള്ളം കറങ്ങിയൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള പരിപാടി ഇല്ല. ഈ വെള്ളം ഇവിടെ നിന്ന് തന്നെ പറ്റത്തേ ഉള്ളൂ. പൈപ്പോ ഇല്ല, ബാത്റൂമോ ഒന്നുമില്ല, ടോയ്ലറ്റോ ബാത്റൂമോ ഒരു കാര്യങ്ങളും ഇല്ലാത്തൊരു സംവിധാനമാണ് ഈ ഹാർബർ. ആ തുടിച്ചും മലിനീകരണം തന്നെ. പരിസരവാസികൾ പിള്ളേർക്ക് എല്ലാ അസുഖങ്ങളാണ്. ഡോള് കാര്യം പിരിവിന് മറ്റുള്ള കാര്യത്തിനൊന്നും ഒരു കുഴപ്പങ്ങളുമില്ല. വന്നിട്ട് ആയിരക്കണക്കിന് വണ്ടികളാണ് വന്ന് വിദേശത്തു നിന്നും എല്ലായിടത്തും വന്ന് ചരക്കുകൾ എടുക്കുന്നത്. അടുത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നും വന്ന് മീൻ വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ. കേരള, കർണാടക, തമിഴ്നാട്, കർണാടക, കേരള എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നും ഇപ്പം കേരളത്തിലോട്ടും കർണാടകയിലോട്ടും തമിഴ്നാട്ടിലോട്ടും ഒക്കെ ആയിട്ടുള്ള, കേരളത്തിൽ വെച്ചാൽ നമ്മുടെ മറ്റ് ജില്ലകളിലോട്ടുള്ള ഇത് വിതരണവും അങ്ങനെ എല്ലാമായിട്ടുള്ള വണ്ടികൾ മീൻ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇപ്പം ഹാർബറിൽ നിന്ന് മീനൊക്കെ ലേലം വിളിച്ചെടുത്തിട്ട് വണ്ടികൾ പുറത്തോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികൾ ആലപ്പുഴയിലെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ വന്ന വണ്ടികളും ആലപ്പുഴയ്ക്ക് പുറത്തുനിന്ന് വന്ന വണ്ടികളും ഒക്കെ ഒത്തിരി ലേലം പിടിച്ചും അല്ലാതെയൊക്കെ മീനുകൾ വാങ്ങിച്ചിട്ടും മത്സ്യത്തൊഴിലാളികളും വള്ളക്കാരും വണ്ടിക്കാരും ഒക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര തിരക്കായിട്ട് ഇപ്പോൾ വണ്ടികളൊക്കെ ഓരോരുത്തർ വാങ്ങിച്ചൊരു മീനും കയറ്റി തിരിച്ചിറങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 125 രൂപയ്ക്കാണ് കടപ്പുറത്ത് കൊടുക്കുന്നത്. കടപ്പുറത്തൊക്കെ 125 രൂപ. ശരിക്കും പറഞ്ഞാൽ ഈ പത്രത്തിലൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ജ്യൂസ് അല്ലല്ലേ? എത്ര? 350 രൂപ. അതെങ്ങനെ കിലോ? 350.